ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് സ്പെഷ്യൽ ഓംലെറ്റ് ആണ്. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതിന് മാത്രമാണ് ഞാനിന്ന് പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ അത് സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് എങ്ങനെ ഓംലെറ്റ് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് ഞാൻ ഓരോ എഗ്ഗായിട്ട് പൊട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ 4 എഗ്ഗാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 4 എഗ്ഗ് ഇപ്പോൾ ഇവിടെ ഞാൻ പൊട്ടിച്ച് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഞാൻ വലിയൊരു സൈസ് ഉള്ളിയാണ്. അത് ചെറുതാക്കി എത്ര ചെറുതാക്കാൻ ചോപ്പറിലിട്ട് ആക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. നല്ല ചെറുതാക്കി കുഞ്ഞിനെ അരിയുക. അതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് ആവശ്യത്തിലുള്ള ഉപ്പാണ്. ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് കൂടി പോകണ്ട. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുക്കാൻ ഞാൻ ഇവിടെ ഫോർക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സ്പൂണിനായിട്ട് ഏറ്റവും നല്ലത് ഫോർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കത് ലൂസായി കിട്ടും. നല്ല സോഫ്റ്റ് ആഫും ചെയ്യും കേട്ടോ. നമ്മൾ ഈ തട്ടുകടയിൽ കിട്ടുന്നൊക്കെ ഓംലെറ്റൊക്കെ നല്ല ടേസ്റ്റ്. അപ്പോൾ അടിക്കുന്ന സ്റ്റൈൽ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല സ്പീഡിൽ അതുപോലെ മിക്സ് ചെയ്യണം. അപ്പോഴാണ് ആ സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിലും കിട്ടും. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുക്കുമ്പോൾ ഒരു ബൗൾ കുറച്ച് വലുതെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നന്നായി സ്പീഡിൽ അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അതാ നല്ല ലൂസായിട്ട് കട്ടയില്ലാതെ അതേപോലെ ലൂസായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താ വെച്ചാൽ നമുക്ക് നല്ല എഗ്ഗിന് സോഫ്റ്റ് കിട്ടാൻ നല്ല ടേസ്റ്റ് കിട്ടാനൊക്കെ നമ്മൾ ചേർക്കുന്ന ഒരു പച്ച വെള്ളമാണ് കേട്ടോ. സാധാ നമ്മൾ കുടിക്കുന്ന പച്ചവെള്ളം. അത് 4 എഗ്ഗിന് ഞാൻ 3 സ്പൂണാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ എത്ര എഗ്ഗ് എടുക്കുന്നത് നമ്മൾ ഒഴിച്ച് കൊടുക്കുക. 1 സ്പൂൺ വെച്ച് ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് ലൂസായിട്ടുണ്ടെങ്കിൽ വെള്ളം കൂടിപ്പോയാൽ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് പൊട്ടിപ്പോവും. അതായി വരുന്ന സമയത്ത് പൊട്ടിപ്പോവും. അപ്പോൾ വെള്ളം കൂടാതെ ശ്രദ്ധിക്കണം. ഞാൻ 3 സ്പൂണാണ് ഒഴിച്ചിട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നല്ല മിക്സ് ചെയ്ത് കൊടുക്കും. നിങ്ങൾക്കിപ്പോൾ വെള്ളത്തിൻ്റെ പകരം വേണമെങ്കിൽ 2 സ്പൂണോ 3 സ്പൂണോ പാല് ചേർത്താലും ഇതിപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാവും, നല്ല സോഫ്റ്റ് ഉണ്ടാവും. നന്നായിട്ട് പഴയ പോലെ തന്നെ നല്ല ബീറ്റ് എടുക്കുന്നത്. ഇപ്പോൾ ലൂസായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു പച്ചമുളക് ഉണ്ടെങ്കിൽ നമ്മൾ എഗ്ഗ് കഴിക്കുക, പച്ചമുളക് ഒഴിവാക്കിയിട്ടില്ല. ആ പച്ചമുളക് മാത്രം കൂട്ടിയിട്ട് നമുക്ക് ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിലത്തെ പച്ചമുളക് ചിലർ മാറ്റിയിടും. പക്ഷേ ആ പച്ചമുളക് കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ചോറിനുണ്ടാവുക. ഇനിയിപ്പോൾ ആ പാൻ ചൂടായതിന് ശേഷം നമ്മൾ ഓംലെറ്റ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫുൾ ഒഴിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഇട്ടിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ ആദ്യം നമ്മൾ പാൻ ചൂടാക്കാൻ വെക്കുമല്ലോ. പിന്നെ അതിന് ശേഷം നമ്മൾ മീഡിയത്തിൽ ഇട്ടിട്ട് വേണ്ട അതാക്കി എടുക്കാൻ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഇതാ ഒരു സൈഡായി മറിച്ചിട്ടിട്ടുണ്ട്. ആ മറിച്ചിടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ്, നമ്മൾ ചപ്പാത്തി പൊങ്ങി വരുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പൊന്തി വരും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാ മീഡിയത്തിലിടുക ഫ്ലെയിം. എന്നിട്ട് മെല്ലെ ജസ്റ്റ് അതിൻ്റെ മേലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ പൊന്തി ഇങ്ങനെ വരും. പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്ത് മാറ്റി ഇനി നമുക്ക് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻ്റ് എന്താ വെച്ചാൽ കുരുമുളക് പൊടിയാണ്. ചിലവർ ഉണ്ടാക്കുന്ന ടൈമിൽ അപ്പം അങ്ങോട്ട് കുരുമുളക് പൊടി ഇടും. പക്ഷേ ഞാൻ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുറച്ച് കുട്ടികൾ കഴിക്കുന്നില്ലെങ്കിൽ വലിയവർക്ക് കഴിക്കുകയാണെങ്കിൽ ഇതുപോലെ കുരുമുളക് പൊടി ഇങ്ങനെ ചെറുതായിട്ട് വെതറി ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ വെറുതെ കഴിക്കാനും ഇപ്പോൾ എത്ര ഓംലെറ്റ് ഉണ്ടാക്കിയാലും നമുക്ക് മതിയാവില്ല കേട്ടോ ഉണ്ടാക്കി കഴിക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റും സോഫ്റ്റും നല്ല സ്മെല്ലുമാണ്. അപ്പോൾ ഇനി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അത്ര നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.